ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവാക്കളെയും മത്സര രംഗത്തിറക്കാനാണ് CPIMന്റെ ആലോചന. VA ഗിരീഷ് മറ്റു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമുക്ക് AKG സെന്ററിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇറങ്ങിയില്ലെങ്കിലും സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ഓരോ പാർട്ടികൾക്കുമുള്ള സീറ്റ് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു. CPIM 15 സീറ്റിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. ഈ 15 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാഥമികമായ ചർച്ചയാണ് ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. കാരണം CPIMനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ ഒരു സ്ഥാനാർത്ഥി നിർണയം താഴെത്തട്ടിൽ നിന്ന്, ജില്ലാ ഘടകങ്ങളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ പൊതുവിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് സിറ്റിംഗ് MLA-മാരിൽ ആരെങ്കിലും മത്സരിക്കണമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, മന്ത്രിമാർ ആരെങ്കിലും മത്സരിക്കണമോ എന്ന കാര്യത്തിലൊക്കെ ഒരു പ്രാഥമികമായ തീരുമാനം ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏറ്റവും പ്രധാനം, കഴിഞ്ഞ തവണ ഒരു സീറ്റ്, ആലപ്പുഴ സീറ്റ് മാത്രമാണ് CPIMന് ലഭിച്ചത്. മൊത്തത്തിൽ ഇടതുമുന്നണിക്ക് ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ CPIMന്റെ കുത്തക കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന മണ്ഡലങ്ങൾ ഏത് വിധേനയും തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഏറ്റവും പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ അത്രയ്ക്ക് ഇടമുള്ള ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കണം എന്നൊരു ആലോചന പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇത്തരം ചർച്ചകൾ സജീവമാണ്. ഇക്കാര്യങ്ങളിലെല്ലാമുള്ള പ്രാഥമികമായ ഒരു ചർച്ച ഇന്ന് നടക്കും. കൊല്ലം ജില്ലയിലാണെങ്കിൽ നേരത്തെ കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോയിറ്റിയെയും അതോടൊപ്പം തന്നെ ചാത്തന്നൂർ MLA നൌഷാദിനെയും പരിഗണിക്കുന്നു. ആലപ്പുഴയിലേക്ക് വന്നാൽ AM ആരിഫിന് തന്നെയാണ് മുൻഗണനയുള്ളത്. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റു ഘടകങ്ങളിലേക്ക്, കണ്ണൂർ, വടകര മണ്ഡലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ KK ശൈലജ ടീച്ചറിന്റെ പേരാണ് ഇവിടെ സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നത്. കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പേരുണ്ട്. കാസർഗോഡ് TV രാജേഷിന്റെ പേര് സജീവമായി പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് M സ്വരാജിന്റെ പേരിനും മുൻഗണനയുണ്ട്. ഇത്തരത്തിൽ ആലത്തൂരിലാണെങ്കിൽ മന്ത്രി K രാധാകൃഷ്ണനോ മുൻ മന്ത്രി AK ബാലനോ മത്സരിപ്പിക്കണം എന്ന ഒരു ചർച്ച CPIMൽ സജീവമാണ്. ഇക്കാര്യങ്ങളിലേക്കുള്ള ഒരു പ്രാഥമികമായ ചർച്ച ഇക്കാര്യത്തിൽ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ മന്ത്രിമാർ മത്സരിക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തീരുമാനമെടുക്കുക. ഇതിനുശേഷമാകും ഒരു വിശദമായ ചർച്ചയിലേക്കും ഒക്കെ കടക്കുക. ഏതായാലും നിലവിലുള്ള സാഹചര്യം അനുകൂലമാണ് എന്ന് തന്നെയാണ് CPIM വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളോട് സംസാരിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ പുതുമുഖങ്ങൾ ഉണ്ടാകും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ. അതോടൊപ്പം വനിതകൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകും എന്നുള്ളതാണ്. ഇതനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് CPIM ചർച്ചകൾ തുടക്കമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിലേക്ക് CPIM ഇന്ന് കടന്നേക്കും. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്.